എന്തൊക്കെ നല്ലത് ഇരിക്ക അംസേ കെരീമിന് ചായ കൊടുത്താ സുഖല്ലേ ഇങ്ങനെ പോണുണ്ട്. അല്ല കുമ്മോക്ക പെണ്ണുങ്ങൾ കഴിച്ചിട്ട് ഇപ്പൊ ഒരു 1.5 കൊല്ലായില്ലേ? നിങ്ങളെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ മക്കൾക്കും മരക്കൊക്കെ നോക്കാൻ പറ്റുമോ? പറ്റൂല. എന്റെ പാട്ടിലൊരു പെണ്ണുണ്ട്, 2 കെട്ട് കഴിഞ്ഞതാണ്, കുട്ടികളും മക്കളൊന്നും ഉണ്ടാവില്ല. അതൊന്നും നമുക്കാണ് നോക്കിയാലോ? അതിനിപ്പോ കുട്ടികള് സമ്മതിക്കുന്നു തോന്നുന്നില്ല. കുട്ടികളോട് പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനേറ്റ്. എന്നാലേ അങ്ങനെയാണെങ്കിൽ ഇച്ച് കുഴപ്പമില്ല. അംസേ എല്ലാരും ചായന്റെ കായ് കൂട്ടിക്കോ. എന്നാ 100 ഉറുപ്പ്യ അവിടുത്തെ ബാക്കിയും കൊണ്ട. എന്നാ ബസ്സിന് കായ് വേഗം പോയി ശരിയാക്കാം. ബസ്സിനിപ്പോ 100 ഉറുപ്പ്യ പറഞ്ഞത് പിന്നെത്താ ബസ്സിന് 500 ബസ് ശരിയാക്കി കൊണ്ടുവരാ. അപ്പോഴൊക്കെ 500 അതിനൊക്കെ തരില്ല. എന്താ ഒരു കാറില്ലാത്ത മഴ? ഞങ്ങളോട് 3 ആളോട് കൂടി ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാണ്. ആയിക്കോട്ടെ. അതിനെന്താ അഞ്ചന്മാരൊക്കെ ഒന്ന് വിളിച്ചാ ചെറിയതേ വാപ്പുവാ. എന്താക്കാ രണ്ടാളും ഇവിടെ ഇരിക്കി. നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട്. നിങ്ങളെ 3 ആളെയും ഇമ്മ മരിച്ചിട്ട് ഇപ്പൊ ഒരു 1.5 കൊല്ലായി. നിങ്ങളെ 3 ആളെ കാര്യങ്ങൾ നോക്കാന് നിങ്ങൾക്ക് പെണ്ണുങ്ങളുണ്ട്. ഇപ്പാന്റെ കാര്യം നോക്കാൻ ആരാ? എല്ലാ കാര്യങ്ങളും മരക്കളോട് പറയാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പാനെ കൊണ്ട് നമുക്കൊരു പെണ്ണ് കിട്ടിക്കണം. അതിനിപ്പോ ബാപ്പ സമ്മതിക്കുവോ? അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. കെട്ടിനീന് കുഴപ്പമൊന്നുമില്ല. 60 വയസ്സിന് വേറെ കെട്ടി. ബാപ്പാനെ നോക്കാനല്ലേ പെണ്ണ് കിട്ടിയിട്ടുണ്ട്? അതാ റേഷൻ കാർഡിൽ പേര് ചേർക്കാനാ? ചെറുപ്പക്കാരത്തിന് കിട്ടിയാലേ കുട്ടികളുണ്ടാവും. അപ്പൊ ഞങ്ങൾ പുറത്തു പോകും. അങ്ങനെ പല കേസുകളും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ 3 ആളും ബേജാറാകണ്ട. 2 കെട്ടിച്ചിട്ടും പ്രസവിക്കാത്ത ഒരു പെണ്ണിനെ ബാപ്പാക്കും വേണ്ടി കണ്ടെത്തി. ഇപ്പൊ അതൊക്കെ പറയും. നമ്മൾ മേലയിൽ കുഞ്ഞിക്കോമൊക്കെ പെണ്ണിട്ടിയപ്പോഴേ ആ പെണ്ണ് പ്രസവിക്കൂലെന്ന് ഡോക്ടർമാർ വരെ പറഞ്ഞിരുന്നു. ഇപ്പൊ അതിന് കുട്ടികൾ 6. അയാൾക്ക് അതിനുള്ള സ്വത്തും മുതലൊക്കെ ഇല്ല. അതുകൊണ്ട് കഴിച്ചില്ലായി. അല്ലെങ്കിൽ നല്ല തീർത്താ തീരൂല. നിങ്ങളിപ്പോ പൊയ്ക്കോളി. ഞങ്ങൾ 3 ആളോട് ആലോചിച്ചിട്ടേ നിങ്ങൾക്ക് വിളിക്കാം. ആയിക്കോട്ടെ, എന്നാ നിങ്ങളെ തീരുമാനം പോലെ ആയിക്കോട്ടെ. കെരീമാക്ക വന്നതും പറഞ്ഞൊന്നും ഇപ്പൊ അറിയണ്ടട്ടാ. ഇപ്പാന്റെ കല്യാണക്കാര്യം താത്താനോട് പറഞ്ഞപ്പോ താത്ത പറഞ്ഞത് 3 പേരയിലും മാറി മാറി ഇപ്പാനെ നിർത്തുക. ഇപ്പാക്ക് എന്താ പൂതിയുള്ളത് അത് ഉണ്ടാക്കി കൊടുക്കുക. റുക്കിയ എന്നോടും പറയണേ ആ വർത്താനം തന്നെ. ഇപ്പാനെ പെണ്ണാട്ടാൻ സമ്മതിക്കരുത്. ഈ 3 പേരെയും 3 ആളെ പേരിൽ ആവോളം ഇപ്പാനെ പൊന്നുപോലെ നോക്കണം. അതാണ് സൂറാന്റെ അഭിപ്രായം. നിങ്ങൾ എവിടുക്കാ? അങ്ങാടിക്ക് പോവുക, അവിടെ ഒരാള് കാത്തുക്കുണ്ട്. കരീമേ ഇജ്ജ എവിടെ? ഞാൻ അതാ പെരീന്ന് ഇറങ്ങിട്ടാ. അത് നടക്കൂലട്ടാ. മക്കളും മരക്കളും ബാപ്പാനെ പൊന്നുപോലെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഇപ്പൊ ഇത്ര ഇടങ്ങാറാവണ്? തന്നെ പോലെ അങ്ങനെയാ പറഞ്ഞത്. തിരക്കൊക്കെ അപ്പൊ ഞാൻ ഇപ്പൊ ഇത് മാറ്റി ഇറക്കുന്നുണ്ട്. ഇപ്പൊ വെറുതെ ആലോചിച്ചുകൊണ്ട് സോക്കറൊന്നും വരുത്തി തീർക്കണ്ട. അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദോശ ഉണ്ട്, സുരേഖ ഉണ്ടാക്കി വെച്ചിട്ട് അത് പോയി തിന്നോളി. അപ്പാ വൈകുന്നേരത്തെ ചായ കണ്ടു പോരി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൈമ്പരുണ്ട് സൂറാണ് ഉണ്ടാക്കി. ഇപ്പാ ഇന്ന് രാത്രി പെരയിക്കൊണ്ട് വരുവാണ്ടേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെട്ടിയരച്ച് റുക്കി അവിടെ ഉണ്ടാക്കി വെച്ചു. ഉണ്ടാക്കണീന് കുഴപ്പമില്ല. ഓളോട് ലേശം കുരുമുളകിന്റെ പൊടി ഇടാൻ വേണ്ടി പറഞ്ഞോണ്ടി. അപ്പൊ നല്ല ചാതയിക്കാരം. ആയിക്കോട്ടെ. ഹലോ കരീമേ, കോമോക്കെയാണേ. അവിടെ എനിക്കിഞ്ഞി ഈ പെണ്ണ് തരണ്ട. മക്കളും മരക്കളൊക്കെ എന്നെ പൊന്നു പോലെ നോക്കുന്നുണ്ട്. ആ വിവരൊന്ന് കുളിച്ചതട്ടാ. അനുപ്പാ ഇന്ത്യപ്പാ ഇജ്ജ് ഉച്ചക്കേ തറവാട്ടൊക്കെ ഒന്നൊക്കെ വരണം. ഒരു കാര്യം പറയാനുണ്ട്. ആയിക്കോട്ടെപ്പാ. എന്തേപ്പാ? അവിടെ എന്നാ ഇജ്ജ് ഉച്ചക്ക് പെരിക്കൊന്നുണ്ടോ പാ? കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആയിക്കോട്ടെപ്പാ. ഇജ്ജ് എവിടുക്കാ പോണേ? ഞാൻ കോഴിക്കോട്ട് നാ പോക്കൊന്ന് ഒഴിവാക്കിക്കാളാ. ഉച്ചക്ക് ചെറിയാക്കിയും വലിയാക്കിയും ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞേ. നിങ്ങളോട് 3 ആളും കൂടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നോട് 3 ആളോടും വരാൻ പറഞ്ഞത് പിന്നെ എവിടെയെങ്കിലും പോയി പെണ്ണായിട്ട് വിവരം പറയാനാവുമെന്നോ? ഇജ്ജ കരുനാക്കൊണ്ടൊന്നും പറയല്ല കുത്തെ. അതൊന്നും ഇപ്പൊ ചെയ്യൂല. ഇപ്പാനപ്പൊ നമ്മള് നല്ലപോലെ നോക്കണില്ലേ? ഇപ്പൊ എന്താ പറയണേ അത് നമുക്ക് കേൾക്കാം. നല്ലതാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ അപ്പൊ ആലോചിക്കാം. എന്തിപ്പോ വരാൻ പറഞ്ഞേ? എല്ലാരോടും കൂടിയിട്ട് ഒരു കാര്യം പറയാണ്ട്. അതിനാണ് ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായി? ബേജാറാവൊന്നും മാട്ടങ്ങള്. നിങ്ങൾ എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. ഇന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടും കൂടെ അങ്ങനെ തന്നെ നോക്കണം. അതിൽ ചില വിശ്വാസം ഉണ്ടെങ്കിൽ എന്നെ നോക്കുന്നുള്ളത്.
നമ്മളെ ഈ പേര 3 പേരെ നിൽക്കണ്ടേ 15 സെന്റ് സ്ഥലമാണ്. അപ്പൊ ഈ 15 സെന്റ് സ്ഥലത്തിന് നിങ്ങൾ 3 ആളും പെരിയുണ്ട്. അപ്പൊ ഈ 15 സെന്റ് സ്ഥലം എല്ലാവരും പെരിക്കും എഴുതി വെക്കാനുള്ള ഒരു പരിപാടി ഉദ്ദേശിക്കണേ. നാളെ അളവേര് പേരും. ആ വിവരം പറയാനാണ് ബാപ്പങ്ങളെ പൊളിപ്പിച്ചേക്കണ്ട്. 20-16 കുറച്ച് ഇങ്ങോട്ട് 15 സെന്റ് സ്ഥലമാണ് ഉള്ളത് എനിക്ക്. അപ്പൊ ആളും 5 സെന്റ് സ്ഥലം അതിലൊരു ഏറ്റക്കുറച്ചിലും ഇനി വേണ്ട കേട്ടാ. ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാം. ഇതിപ്പോ എന്നാ നമുക്ക് രജിസ്റ്റർ ആക്കേണ്ടത്? വല്ലാതെ ബഗരുത്, വേ ആക്കണം. എന്താ വെച്ചാല് എനിക്കിപ്പോ വയസ്സായി വരില്ലേ. അപ്പൊ ഞാൻ മരിച്ചതിന് മുമ്പ് ഇത് എല്ലാം ബബാറാക്കണം. അതാ ഇപ്പൊ എന്റെ നെജത്ത്. റുക്കിയ ഇപ്പൊ രസം ചായ കാട്ടിക്കടി. ഇവിടെ ചായപ്പൊടി ഇല്ല, സുലൈഖാന്റെ അടുത്തേക്ക് പോയിക്കോളി. സുലൈഖ ഇപ്പൊ രസം ചായ കാട്ടിക്കടി. നിങ്ങൾ ഈ മാനിപ്പില്ലാത്ത നേരത്തെ കൊണ്ട് വന്നാല് നാട്ടുകാരെന്തെങ്കിലും വിചാരിച്ചു. സൂറ ഇപ്പൊ രസം ചായ കാട്ടിക്കടി. ഇവിടെ പഞ്ചാരില്ല, ഞാനും കുട്ടിയാരെ ചാടിച്ചിട്ടില്ല. ഒരു ചായ കാട്ടിക്ക. ഇതാരാ കോമുവാ? കൊറേ കണ്ടിട്ട്. നീ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും. ഈ മേലാൾക്ക് പച്ചവളം ബാപ്പാക്ക് കൊടുത്തുമായിരുന്നിട്ടാ. ഇവിടെ ഞാൻ പീടി ഓർമ്മച്ചക്കണ്ടേ, ഇത് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ്. ബാപ്പയെ കുറിച്ച് തീർപ്പില്ലല്ലേ ഇത് ബാപ്പാനോട് പറഞ്ഞാണ്, ഇന്നോടല്ല പറയണ്ടേ. നിങ്ങൾക്ക് ചായ വേണമെങ്കിൽ അവിടെ പെരി വന്ന് ചോദിച്ചാൽ പോരെ. സുലൈഖാനോട് ഞാൻ പറയില്ലേ. സുലൈഖാന്റെ അടുത്തേക്ക് ചായക്ക് വന്നപ്പോഴേ സുലൈഖ പറഞ്ഞ വർത്തനം കേൾക്കണത് മാനപ്പില്ലാത്ത നേരത്തെ ഇങ്ങോട്ട് വന്നാല് ആണുങ്ങൾ പലതും വിചാരിച്ചു എനിക്ക് ആൾക്കാരില്ല മാനം കടാൻ പറ്റാന്ന ഒരു വർത്താനാ പറഞ്ഞത്. ഞാൻ ഇജ്ജ് വരുന്നത് വരെ ഞാൻ പൈസകൾ അവിടെ കുത്തർക്കെ അതിന് തൽക്കാലം കോമൂനെ കിട്ടൂല. ഇതിന്റെ ബാക്കി പെരിക്കണ്ട് വരും, അവിടെ ഞാൻ കാണിച്ചു തരാട്ടാ. എന്തേ ഇപ്പൊ ഇങ്ങനെ കണ്ടാളെ കാരണം? ഒന്നുമല്ല, ഇതുവരെ നിന്റെ കൈക്കില് മോലുണ്ടായിരുന്നു. മോലൊക്കെ ഇപ്പൊ ഞാൻ ഓർക്ക് എഴുതി കൊടുത്തില്ലേ. ഇനി പാപ്പാനും ഓർക്ക് മാണ്ടല്ലോ. ഇത് പറഞ്ഞു കേട്ടില്ലേ പെരിക്കാണ് പെരിയും ബാക്കി അവിടുന്ന് കാട്ടി തരാന്നുള്ളേ. ഞാൻ ഇപ്പൊ ഈ കോലത്തിൽ പെരിക്കാണ് പോയാലും ഇങ്ങോട്ട് കൊല്ലൂല. അപ്പൊ ഞാൻ എവിടേക്കെങ്കിലും പോവുകയാണ്. നിങ്ങൾ ഞാനും തരും വേണ്ട. മാനു ഒരു 3 ആക്കുള്ള ചോറ് തീക്കണ്ട് കാട്ടിക്ക. എന്നാ ചോറ്. ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് തന്റെ സ്വത്ത് മുഴുവനായി ഭാഗം വെച്ചു കൊടുത്താൽ ഒരുപക്ഷെ ചില ഉപ്പമാർക്കെങ്കിലും തെരുവിൽ അഭയം പ്രാപിക്കേണ്ടി വരാം.